നൂറുകണക്കായ വാദപ്രതിവാദങ്ങൾ, പുനൂർ സംവാദവും പുളിക്കൽ സംവാദവും താനാളൂർ സംവാദവും അടക്കമുള്ള അന്നത്തെ വലിയ 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 സംവാദങ്ങളൊക്കെ ഈ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയായിരുന്നുവല്ലോ. എടവണ്ണ അലവി മൗലവിയും MCC സഹോദരന്മാരും KM മൗലവിയും അടക്കമുള്ള അന്നത്തെ ഏറ്റവും ഉന്നതരായ പണ്ഡിതന്മാരൊക്കെയും ആ വാദപ്രതിവാദങ്ങൾക്ക് നേതൃത്വം നൽകിയത് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, മതത്തിലെ തെറ്റായ ധാരണകൾക്കെതിരെയെല്ലാം അതിശക്തമായി എവിടെയും കയറി ചെന്ന് വേണമെങ്കിൽ ഏത് സമസ്ത പുരോഹിതനുമായും ഏറ്റുമുട്ടാൻ മുജാഹിദുകൾ തയ്യാറാണ് എന്ന പ്രഖ്യാപനം തന്നെയായിരുന്നു അന്നത്തെ സംവാദങ്ങളിൽ. ഉമർ മൗലവി റഹിമഹുള്ളയുടെ ഓർമ്മകൾ തീർച്ച എന്ന പുസ്തകത്തിന് അദ്ദേഹം എഴുതുന്ന ആ സംവാദങ്ങളുടെ ദീർഘമായ ചരിത്രമുണ്ട്. അതിൽ കാണാം ചാലിയം സംവാദം എന്നൊരു സംവാദം. നമ്മുടെ വീട്ടിലുണ്ടാകാൻ പുസ്തകം ഒന്ന് പോയി വായിച്ചു നോക്കുന്നതാണ്. ചാലിയം സംവാദം. ആ ചാലിയത്ത് നടന്ന സംവാദം 1940-കളിൽ ചാലിയത്ത് വെച്ച് നടന്ന സംവാദം. ഉമർ എഴുതുന്നു, എന്തിനായിരുന്നു സംവാദമെന്നോ, തലയിൽ മുടി വളർത്തിയവനെ കൊല്ലണോ വേണ്ടേ എന്നായിരുന്നു വിഷയമെന്ന. സുന്നികളെ വാദം തലയിൽ മുടി വളർത്തിയവനെ കൊല്ലണമെന്ന് ബുഖാരി മുസ്ലിമിലുണ്ട്. അങ്ങനെ ഇല്ല എന്ന് മുജാഹിദുകളെ വാദവും. KM മൗലവി റഹിമഹുല്ല അബ്ദുസ്സമദ് കാത്തിബിനെയും അതേപോലെ ഉമർ മൗലവിയെയും റഹിമഹുമുല്ല രണ്ടുപേരും അന്ന് KM മൗലവിയുടെ കീഴിൽ ശിഷ്യന്മാരായി പഠിക്കുകയാണത്രേ. ആ രണ്ടുപേരെയും പറഞ്ഞയച്ചു കൊടുത്തു, നിങ്ങൾ പോവുക, നിങ്ങൾ മതി ആ വിഷയം കൈകാര്യം ചെയ്യാൻ. അബ്ദുസ്സമദ് കാത്തിബും ഉമർ മൗലവിയും രണ്ടുപേരും ചെന്ന് മറുഭാഗത്തിരിക്കുന്നത് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് പ്രത്യേകമായി കൊണ്ടുവന്ന് വഹാബികളെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി കച്ചകെട്ടിറങ്ങി കൊണ്ടുവന്ന ആളായിരുന്നുവല്ലോ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. വഹാബികളെ പേടി സ്വപ്നമെന്നാണ് അന്ന് സമസ്തക്കാരെ പറഞ്ഞിരുന്നത്. തിരുവങ്ങാട് യത്തീംഖാന സ്ഥാപിക്കുമ്പോൾ ആ യത്തീംഖാനയുടെ മുമ്പിൽ വന്ന് ദുആ സമ്മേളനം സംഘടിപ്പിച്ചിട്ട് ഈ പതിമുസ്ലിയാരാണ് പ്രാർത്ഥിച്ചത്, പഠിച്ചവനെ യത്തീംഖാന എന്ന് പറഞ്ഞാൽ ഖാന ഖാന എന്ന് പറഞ്ഞാൽ തിന്നുക എന്നാണ്, യത്തീംഖാന എന്ന് പറഞ്ഞാൽ യത്തീമിനെ തിന്നാനാണ്, അതുകൊണ്ട് യത്തീമിനെ തിന്നാനുള്ള ഈ രീതി നീ അനുവദിക്കുന്ന റബ്ബേ എന്ന് പറഞ്ഞ് യത്തീംഖാനെ പൊളിക്കാൻ വേണ്ടി, പൊളിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. KM മൗലവി പറഞ്ഞു അത്രേ, അയാളേതായാലും പ്രാർത്ഥിച്ച് പഠിച്ചവനോടല്ലേ ഞങ്ങളെ ഇഖ്ലാസ് അല്ലാഹ്ക്കറിയാം, അതുകൊണ്ട് ആ ദുആ ഞങ്ങളാരും ഭയപ്പെട്ടില്ല, ഞങ്ങൾക്കുള്ള പേടി ആ ദുആ സമ്മേളനം ഇങ്ങനെ ആവേശം കൊണ്ട് എല്ലാവരും അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തുമ്പോഴെങ്ങാനും ഈ മുസ്ലിയാർ പ്രഖ്യാപിക്കുമോ, എല്ലാവരും കൂടെ ചെന്നിട്ട് ആ യത്തീംഖാനയുടെ ഓരോ കല്ലെടുത്ത് പോരൂ എന്ന് പറഞ്ഞാൽ ഒന്നാകെ പൊളിച്ചു പോകും, ആ ആഹ്വാനമുണ്ടാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടുള്ളൂ. ആ പ്രാർത്ഥനയെ ഞങ്ങൾക്ക് പേടിയില്ല, കാരണം റബ്ബിനോട് തേടുന്നു, റബ്ബിനറിയാം ഇത് യത്തീമിനെ വഞ്ചിക്കാനല്ല, ഇത് യത്തീമിനെ സംരക്ഷിക്കാനാണ് എന്ന്. അങ്ങനെ വന്നൊരു ഘട്ടമല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്? മഹല്ലുകളിൽ ബഹിഷ്കരണം ഏർപ്പെടുത്തപ്പെട്ട ആളുകൾ, ഖബർസ്ഥാൻ ബഹിഷ്കരിക്കപ്പെട്ടവർ, മരിച്ച മയ്യിത്തുമായി ദിവസങ്ങളോളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്ന ഘട്ടങ്ങൾ നമുക്കറിയാമല്ലോ ചരിത്രം. മൂക്കുതല വിവാദം എന്തിനായിരുന്നു? മരിച്ച മുല്ലാക്കയുടെ മകൻ വഹാബിയാണ് എന്ന ഒറ്റക്കാരത്താൽ ആ മയ്യിത്ത് മറമാടാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് മയ്യിത്തുമായി വന്ന് പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് തിരിച്ചു പോവുകയും അവരാ മയ്യത്തെടുത്ത് തിരിച്ച് അവിടെ കൊണ്ടുപോയി വെക്കുകയും 5 ദിവസം ആ മയ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അവസാനം കോടതി വിധി വന്നിട്ട് ആ വിധിയുമായി പോലീസിന്റെ സാന്നിധ്യത്തിൽ മാത്രം മറമാടാൻ അനുവാദമുണ്ടാകുകയും ചെയ്ത ചരിത്രം കഴിഞ്ഞു പോയിട്ടില്ലേ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്? എന്തിനായിരുന്നു അത്? മുജാഹിദുകൾ തൗഹീദ് പറഞ്ഞുവെന്ന ഒറ്റക്കാരണത്താൽ. അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവനോട് തേടാവൂ, അവന് മാത്രമേ സഹായിക്കാൻ കഴിയൂ, അവന് മാത്രമേ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയൂ, അവന് മാത്രമേ അഭൗതികമായ കഴിവുള്ളൂ, അവന് മാത്രമേ അദൃശ്യമായ കഴിവുള്ളൂ, മറ്റാർക്കും അങ്ങനെ കഴിവില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ ഒറ്റക്കാരണത്താൽ മാത്രം. وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد എന്ന് മുൻഗാമികളായ അസ്ഹാബുൽ ഉഖ്ദൂദിനെ കുറിച്ച് പറഞ്ഞതുപോലെ അതിന്റെ തനി ആവർത്തനമായിരുന്നുവല്ലോ കേരളത്തിൽ നമ്മൾ കണ്ടത്. കൊല്ലപ്പെട്ട മനുഷ്യന്മാരുണ്ട് അതിന്റെ പേരിൽ, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട മനുഷ്യന്മാരുണ്ട് അതിന്റെ പേരിൽ, കുടിയിറക്കപ്പെട്ട മനുഷ്യന്മാരുണ്ട് അതിന്റെ പേരിൽ, വീട്ടിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ആളുകളുണ്ട് അതിന്റെ പേരിൽ, മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങൾ മുറിച്ചു പോകേണ്ടി വന്ന മനുഷ്യന്മാരുണ്ട് അതിന്റെ പേരിൽ, ഭാര്യമാർ ത്വലാഖ് ചൊല്ലേണ്ടി വന്ന ആളുകളുണ്ട് അതിന്റെ പേരിൽ. ഉണ്ടായില്ലേ ഈ തൗഹീദ് പറഞ്ഞതിന്? എന്നിട്ടും അങ്ങനെയൊക്കെയായിട്ടും ഒരൊറ്റ മുജാഹിദുകാരൻ തിരിച്ചാലോചിച്ചില്ല, ഇത്ര വലിയ പ്രയാസാണെങ്കിൽ ഞാനേതായാലും മടങ്ങിപ്പോകട്ടെ ശിർക്കിലേക്ക് എന്ന് ഒരാൾ പോലും ആലോചിച്ചില്ല. തൗഹീദിലേക്ക് വന്ന ഒരു മനുഷ്യൻ തിരിച്ചു പോകുന്നതിനെ പറ്റി ചിന്തിച്ചില്ല, ശിർക്ക് ചെയ്താലോ എന്ന് ആലോചിച്ചില്ല.
തൽക്കാലം നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, മഹലിന് വേണ്ടി, ഖബർസ്ഥാന് വേണ്ടി, മരിച്ചാൽ ഒരു 6 അടി മണ്ണ് കിട്ടാൻ വേണ്ടി ഞാൻ തൽക്കാലം ശിർക്കിന്റെ കൂടെ കൂടുകയാണ്, എന്നാൽ എനിക്ക് ഖബർസ്ഥാൻ അനുവദിക്കപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോലും ശിർക്കിന്റെ വഴിയിലേക്ക് മാറിപ്പോകാൻ അന്ന് ആലോചിച്ചിട്ടില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നൽകിയ 9 ഉപദേശങ്ങൾ ഹദീസിൽ കാണാൻ കഴിയും. ആ 9 ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം എന്താ? ലാ തുശ്രിക് ബില്ലാഹ് വഇൻ ഖുത്തിഅത ഔ മുസ്സിൽത. അല്ലയോ അബൂദർറേ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ല. വഇൻ ഖുത്തിഅത, നിന്നെ കഷ്ടമാക്കി നുറുക്കപ്പെട്ടാലും ശരി, ഔ മുസ്സിൽത, അല്ലെങ്കിൽ നിന്റെ അംഗവിച്ഛേദനം ചെയ്യപ്പെട്ടാലും ശരി, കൈകാലുകൾ മുറിക്കപ്പെട്ടാലും കണ്ണും കാതും ചൂഴ്ന്നെടുക്കപ്പെട്ടാലും ശരി, നിന്റെ ശരീരം ഇഞ്ചിഞ്ചായി കുത്തി നുറുക്കപ്പെട്ടാലും ശരി, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കല്ല. അബൂദർ ഗിഫാരിക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഒന്നാമത്തെ ഉപദേശമാണ്. ആ ഉപദേശം ഏറ്റെടുത്തവരായിരുന്നു മുജാഹിദുകൾ. നാട് ബഹിഷ്കരിക്കപ്പെട്ടാലും ശരി, എന്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പ്രഖ്യാപിച്ചവർ, വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടാലും ശരി, എന്റെ മയ്യത്ത് മറമാടപ്പെടാതെ ചീഞ്ഞു നാറിപ്പോയാലും ശരി, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ഞാൻ സന്നദ്ധനല്ലെന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു മുജാഹിദുകൾ. അതുകൊണ്ട് തന്നെ ആ മുജാഹിദുകൾ അതിശക്തമായി ആദർശ രംഗത്ത് നിലകൊണ്ടു. അതിനുവേണ്ടി വാദപ്രതിവാദങ്ങൾ ഏർപ്പെട്ടു, അതിനുവേണ്ടി ഖണ്ഡന മണ്ഡനങ്ങൾ നടന്നു. നാട്ടിൽ വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ 4, 5, 6, 7 തവണ വരെ ഖണ്ഡനങ്ങൾ നടന്ന സാഹചര്യമുണ്ടായി, വാദപ്രതിവാദങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, അവിടെയാണ് ചാലിയം സംവാദം ഉണ്ടാകുന്നത്, ആ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുമായിട്ട്. അന്ന് ചാലിയത്ത് 1, 2 വഹാബികളെ ഉള്ളുന്ന ഉമർ മൗലവി പറയുന്നത്. അവിടെ വന്ന് മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നു, എന്നിട്ട് പറയുന്നു തലയിൽ മുടി വളർത്തിയവനെ കൊല്ലണമെന്ന് ബുഖാരി മുസ്ലിമിലുണ്ട്. 2 ദിവസത്തെ വഅദ. ഈ വഹാബിയൊക്കെ മനസ്സിലായി, നാളെ കൂടി വഅദ കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളത്തെ വഅദിന്റെ അവസാനം ഞങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്നവർക്ക് മനസ്സിലായി. അന്ന് സമസ്തക്കാര് മുടി വളർത്താറില്ല, സമസ്തക്കാർ മുടി വളർത്താറില്ല, മുടി വളർത്താൻ പാടില്ലെന്ന ഒരു വിശ്വാസം. 4 പാടും വെട്ടി അതിന്റെ നടുവിലൊരു ചട്ടി, ഇബ്ലീസിന്റെ കുട്ടി നരകത്തിലേക്ക് തട്ടി എന്നാണ് അന്ന് മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചത്. മുടി വളർത്തിയാൽ ഇബ്ലീസിന്റെ കുട്ടിയാണ്, നരകത്തിലേക്ക് തട്ടാനുള്ളതാണ് എന്ന്. അതിനെതിരെ രംഗത്തിറങ്ങിക്കൊണ്ടാണ് മുടി വളർത്താൻ അനുവാദമുണ്ട്, ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും മുടി വളർത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ അന്നത്തെ സാഹചര്യത്തിൽ മുജാഹിദുകൾ മുടി വളർത്തി. അപ്പോഴാ മുടി വളർത്തിയവനെ കൊല്ലണമെന്ന് ബുഖാരി മുസ്ലിമിനുണ്ട് എന്നും പറഞ്ഞ് രംഗത്തിറങ്ങിയത്. അവിടെയാണ് ഒന്നാമത്തെ ദിവസം വഴന്നു കഴിഞ്ഞപ്പോ പിറ്റേന്ന് രാവിലെ അവിടെ ഉള്ള വഹാബിയാള് തിരുവങ്ങാടേക്ക് വന്നിട്ട് KM മൗലവി വന്ന് കണ്ടു പറഞ്ഞു, ഇന്നലെ വഴന്നു കഴിഞ്ഞപ്പോഴേക്കിന് ഞങ്ങളത് കഴിഞ്ഞു, ഇന്നും കൂടെ വഴന്നു കിടന്നാൽ ഉറപ്പാണ് ഞങ്ങളെ തല പോകും. അങ്ങനെയാണ് ഉമർ മൗലവി അബ്ദുൽ സമദ് കാത്തിബിനെയും KM മൗലവി അബ്ദുൽ സമദ് കാത്തിബിനെയും ഉമർ മൗലവിയെയും പറഞ്ഞയക്കുന്നത് സംവാദം നടത്താൻ വേണ്ടി. ഞാൻ പറഞ്ഞു വന്നത് ആ വിഷയത്തിൽ വരെ വേണമെങ്കിൽ ആവശ്യമുള്ളയിടത്ത് ഒരു സംവാദത്തിന് മുജാഹിദ് പ്രസ്ഥാനം തയ്യാറായിട്ടുണ്ട്. ആദർശ രംഗത്ത് മുജാഹിദുകൾ മുന്നോട്ട് വെച്ച ആദർശത്തിന് ഏതൊന്നിനെ ചോദ്യം ചെയ്താലും ശരി, അവിടെ കൃത്യമായി പ്രമാണം മുമ്പിൽ വെച്ചുകൊണ്ട് സ്ഥാപിക്കാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ളയിടത്ത് മറുഭാഗത്ത് പതി മുസ്ലിയാരാവട്ടെ ഏത് മുസ്ലിയാരുമാകട്ടെ ആ മുസ്ലിയാരുമായി ഏറ്റുമുട്ടാൻ ഈ 2 വിദ്യാർത്ഥികൾ മതി എന്ന് KM മൗലിക്ക് അന്ന് മനസ്സിലായെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദർശ രംഗത്തെ കണിശതയായിരുന്നു, അന്നത്തെ പരിശുദ്ധിയായിരുന്നു സഹോദരന്മാരെ അതിനുള്ള പ്രചോദനം.